ഹലോ, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഉണക്ക മാന്തലാണ്. അപ്പോൾ അതിനായിട്ട് തലയും വാലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പിലേക്ക് വെള്ളം പോകാനായിട്ട് എടുത്ത് വെക്കണേ. അതിനുശേഷം ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കണത്. അപ്പോൾ നമ്മൾ മീൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിലെ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം തീ കുറച്ച് വെക്കുക. അതുവരെ തീ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. എന്നിട്ട് നേരെ തീയിലിട്ട് ഇത് നന്നായിട്ട് മറിച്ചും തിരിച്ചിട്ട് തന്നെ സാവധാനം മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മാന്തൽ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുക. എന്നിട്ട് ആ ചട്ടിയിൽ നമുക്ക് സവാളയാണ് ഇതിന് വഴറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ മാന്തൽ ഇതിലേക്ക് പകർത്തിയിട്ട് ഒന്ന് പരത്തി കൊടുത്ത് ആറാനായിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് പതിയെ കൈവച്ച് ഒടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഒടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതേ നോക്കിക്കേ, നല്ല രീതിയിൽ നമുക്ക് ഇത് തന്നെ ഒടിച്ചെടുക്കാം. പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നേ ആദ്യമേ തന്നെ മീൻ തലയും വാലും കളയണ കൂട്ടത്തിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ വറുത്തെടുക്കാനായിട്ട് നോക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മറിച്ചൊക്കെ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഒടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് ഇതേപോലെ കുനുകുന അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. സവാള നേരിയ തീയിലിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ സവാള നമ്മൾ പ്രതീക്ഷിച്ച ഫ്രൈയിലോട്ട് കിട്ടൂല. അതുകൊണ്ട് നേരിയ തീയിലോട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം അതിലോട്ട് ഇടിച്ച മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനായി ഇടിച്ച മുളകും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മുളക് പൊടി ഇട്ടതിന് ശേഷവും നന്നായിട്ട് തീ കുറച്ച് വെച്ച് തന്നെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. പണ്ടൊക്കെ ചെയ്തിരുന്നത് ഉള്ളിയും മുളകും ഉപ്പൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ട് ചതച്ചതിന് ശേഷമാണ് കേട്ടോ അത് മൊരിച്ചെടുക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, അപ്പം കഴിക്കാൻ പറ്റും. പിന്നത്തേക്കാവുമ്പോഴേക്കും അത് തണുത്തു പോകും. ഇങ്ങനെ ചെയ്ത് നോക്കിയാലല്ലേ ഒരാഴ്ച വരെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ എങ്ങനെയാണ് കഴിക്കണത് അതേപോലെ തന്നെയായിരിക്കും പിന്നീട് കഴിക്കുമ്പോഴും. ഇങ്ങനെയൊക്കെ ഒന്നും ഈ ഉണക്കമീനും ഉണക്കച്ചെമ്മീനും പപ്പടമൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതും കൂട്ടിയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന മാന്തലും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടില്ല, നേരിയ തീയിലാണ് ഇട്ടേക്കണത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റായ പാത്രത്തിലിട്ട് നമുക്ക് മൂടി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.